യൂട്യൂബ് ചാനൽ നെയിമിൽ ഇതുപോലെ വെരിഫിക്കേഷൻ ടിക്ക് മാർക്ക് എങ്ങനെ ലഭിക്കും? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക, അത് ലഭിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി മൊബൈലിലുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് കാണുന്ന യു എന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സെർച്ച് ഹെൽപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് വെരിഫിക്കേഷൻ എന്നാണ്. അങ്ങനെ ടൈപ്പ് ചെയ്താൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിലുള്ള ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ചാനൽ വെരിഫിക്കേഷൻ എന്ന ഭാഗത്ത് അപ്ലൈ നൗ എന്ന ഭാഗം വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും. ചാനൽ നെയിമിൽ വെരിഫിക്കേഷൻ ടിക്ക് മാർക്കിന് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ 3 നിബന്ധനകൾ നമ്മുടെ ചാനലിൽ പാലിച്ചിരിക്കണം. ഒന്നാമത്തത്, നമ്മൾ കൊടുത്ത ചാനൽ നെയിം അത് മറ്റാരും കൊടുക്കാത്ത നെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, അത് നിർബന്ധമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചാനലിൽ ഒരിക്കലും തന്നെ വയലേഷൻസ് ഉണ്ടാകാൻ പാടില്ല. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കണം. അങ്ങനെ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ അപ്ലൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്ലൈ എന്നുള്ള ഭാഗം തന്നെ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡി ഇവിടെ ഏറ്റവും മുകളിൽ കോളത്തിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഭാഗത്ത് ചാനൽ നെയിം കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ചാനൽ ഐ ഡി എന്ന ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യണം. ചാനൽ ഐ ഡി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ഭാഗം കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. ആ മെയിൽ നിങ്ങൾ തുറന്ന് വായിച്ചു നോക്കുക. ഇങ്ങനെ ഒരു മെയിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ചാനൽ നെയിമിൽ വെരിഫിക്കേഷൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും ഒരു മെയിൽ കൂടി വരും. അതായത് ഈ ഒരു മെയിലായിരിക്കും വരിക. ഇത് അപ്രൂവ് ആയിട്ടുണ്ട് എന്നൊരു മെയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നെയിമിൻ്റെ കൂടെ ഒരു വെരിഫിക്കേഷൻ ടിക്ക് മാർക്ക് വരും. ഇനി ചാനൽ ഐ ഡി എങ്ങനെ കോപ്പി ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ കാണുന്ന ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആകും, അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ചാനൽ എന്ന് എഴുതിയ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ യൂസർ ഐ ഡി അതുപോലെ തന്നെ ചാനൽ ഐ ഡി. ഈ ചാനൽ ഐ ഡി ഇവിടെ കോപ്പി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ചാനൽ നെയിമിൽ വെരിഫിക്കേഷൻ ടിക്ക് മാർക്ക് ലഭിക്കുന്നത് ഈ രൂപത്തിലാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.